നീ എന്തൊക്കെ പറഞ്ഞാടാ എന്നെ എറണാകുളത്തോണ്ട് വന്ന? പെണ്ണിന് പെണ്ണ്, ഫുഡിന് ഫുഡ്, ജോലിക്ക് ജോലി, എന്നിട്ട് എന്താ ഉണ്ടോ ഇവിടെ? ഇതൊന്നില്ലെങ്കിലും സമാധാനത്തിന് കുറവില്ലല്ലോ. 3 നേരം സമാധാനം പുഴുങ്ങി തിന്നാ വയറ് നിറയോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ 6 മാസത്തെ കോഴ്സ് എടുക്കാൻ. ഇപ്പൊ 2 മാസത്തെ എടുത്തിട്ട് മൂഞ്ചി തെറ്റിരിക്കല്ലേ. 3 മാസത്തെ കോഴ്സ് എടുത്തു പോയി, ഇനി നിക്കാനുള്ള പൈസ ഇല്ല. ഞാൻ ഇതൊക്കെ ആടുത്ത് ചോദിക്കൂടാ. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മോൻ സാരിട്ട് ഇറങ്ങി, അല്ല ബാഗിട്ട് ഇറങ്ങിക്കോ, സ്വിഗ്ഗി ഓടിക്കോ. അല്ലെങ്കിൽ സ്വിഗ്ഗി ഓടിയിട്ടൊക്കെ എന്ത് കിട്ടാനാടാ? ഇവിടെ ചുമ്മാ നടക്കണമെങ്കിൽ ഒരു 500 രൂപ വേണം കയ്യിൽ. എന്തൊക്കെ പറഞ്ഞാലും ശമ്പളം കുറവാണെങ്കിലും സന്തോഷം വലുതാവൂലടാ. ഓരോ മാസം കൂടുന്തോറും ഓരോ ആൾക്കാർ വെച്ച് കുറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനാണെങ്കിൽ റെന്റൊക്കെ 4000 ആവൂലടാ. അവരൊക്കെ പഠിക്കാൻ വന്നതാടോ. 6 മാസത്തെ കോഴ്സ് ചെയ്യാൻ വന്നല്ല 6 മാസം കൊണ്ട് തന്നെ അവര് പോയി. നീ അങ്ങനെയാണോ? 2 മാസത്തെ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് 6 മാസമായി ഇപ്പോ ഒരു പണിക്കും പോകാണ്ടിരിക്കുന്നു. എന്തോ ഞാനാടാ, ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ജോലി തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ കയറി 2 മാസത്തേക്ക് വേണ്ടി. ഇതിപ്പോ ജോലിയില്ല, പഠിത്തം തീരുന്നില്ല, വീട്ടുകാർ ചോദിക്കാനും തുടങ്ങി, പൈസ ഇല്ല. അരിയതാ പൊരിയതാന്ന് അറിയാത്തവനക്കൊക്കെയാണ് ഈ ജോലി കിട്ടാൻ പോണത്. ഈ എന്നെ കണ്ടുപഠിക്കേ. ഞാൻ ഇന്റേൺഷിപ്പിനെ മര്യാദക്കെങ്കിലും പോകുന്നുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. മാസം വീട്ടുകാരെ 5000 രൂപ മേടിച്ചിട്ട് അവിടെ പോയി പണി എടുക്കൂല്ലേ? അതല്ലേ നിന്റെ ഇന്റേൺഷിപ്പ്? എന്തൊക്കെ ആയാലും എന്താ, ഞാൻ പഠിക്കാൻ പോകണ്ടല്ലോ. നീ അതിന് പോലും പോവാണ്ട് വീട്ടിന് കാവലിരിക്കല്ലേ. എന്തായാലും അടുത്ത മാസം ഞാൻ പോവുക. എനിക്ക് വയ്യ ഇവിടെ പട്ടിണി നടക്കാനൊന്നും. ഓ കഴിഞ്ഞ 6 മാസമായിട്ട് നീ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കണേ. ഓരോ മാസം കഴിഞ്ഞു പോകുന്നുണ്ട്. അടുത്ത മാസം എന്തായാലും ഞാൻ പോകും, നോക്കിക്കോ, ഉറപ്പിച്ച കാര്യമാണ്. ബോയ്സേ, എന്താണ് നമ്മളെ പ്ലാൻ? എറണാകുളത്ത് ഒരു ബിസിനസ് ഇട്ടാരാ? എന്താ മൈൻഡ്?